കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണി കണ്ണനതാ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞ് കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ നമ്മുടെ പൊന്നുണി കണ്ണൻ്റെ പുഞ്ചിരി കാണാൻ കൂടുതൽ ഒരു ഭംഗിയുണ്ട്. പൊന്നുണി കണ്ണൻ ഇന്ന് കൂടുതൽ സന്തോഷമുള്ള ദിവസമാണ്. ഇന്ന് ഭക്തന്മാരുടെ ഉദയാസ്തമന പൂജ വഴിപാട് നടക്കുന്നതാണ്. പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിൽ ഒരു സ്വർണ്ണ ഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. ചെവിയിൽ മേൽക്കാതും കീഴ്ക്കാതും സ്വർണ്ണ ചെവിപ്പൂക്കൾ അലങ്കരിച്ചിട്ടുണ്ട്. മാറത്തൊരു സ്വർണ്ണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു പട്ടും വെള്ളപ്പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്തിട്ടുണ്ട്. വലത് കൈയിൽ താമര പിടിച്ചിട്ടുണ്ട്. ഇടത് കൈയിൽ ഓടക്കുഴൽ പിടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഏകദേശം ആ ചുമലിനോട് ഇങ്ങനെ ചാരി വെച്ചിരിക്കണം. സ്വർണ്ണ കിരീടം ചാർത്തിയിട്ടുണ്ട്. കിരീടത്തിന്മേൽ 3 തിരുമുടിമാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ച് നിൽക്കുന്ന സച്ചിദാനന്ദ കട്ടയെയാണ് നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. അവർക്ക് ആനന്ദത്തിൽ ആറാടി ആ പൊന്നുണ്ണി കണ്ണൻ്റെ തിരുനാമങ്ങളും ചൊല്ലി കണ്ണൻ്റെ അടുത്തേക്ക് അതാ ഓടി 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 പോണു. ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കണ്ട് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണു, പ്രാർത്ഥിക്കണു. കണ്ണൻ്റെ അനുഗ്രഹം അവർക്കെല്ലാവർക്കും ഉണ്ടാവണോ. ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് ആവാഹിച്ചാലോ. എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിച്ചോളൂ. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമുടുത്ത് ഓറഞ്ച് നിറത്തിലുള്ള പട്ടും വെള്ള നിറത്തിലുള്ള പട്ടും കൂട്ടിക്കെട്ടി ഞൊറിഞ്ഞെടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി നിന്ന് പുഞ്ചിരിക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയുടെ രൂപം എല്ലാവരും മനസ്സിൽ വിചാരിക്കുക. നല്ലപോലെ വിചാരിച്ചോളൂ. ആ പൊന്നുണ്ണിക്കണ്ണൻ അതാ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ കയറി വരുന്നു. ആ പൊന്നുണ്ണി അവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്ന് കൂട്ടിപ്പിടിച്ച് അവിടെ നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ലാളിച്ചൊരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും എല്ലായ്പ്പോഴും ഉണ്ടാവും. എല്ലാവരും കണ്ണൻ്റെ തിരുനാമങ്ങൾ ചൊല്ലിക്കോളൂ. നാരായണ 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 നാരായണ. സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വിശ്വാസത്തോടുകൂടി കണ്ണൻ്റെ തിരുനാമങ്ങൾ ഉറക്കെ ജപിക്കുക. അപ്പോൾ കണ്ണൻ അത് കേൾക്കും. കേൾക്കാതിരിക്കാൻ കണ്ണന് പറ്റില്ല. അത് കേട്ട് കഴിഞ്ഞാൽ കണ്ണൻ്റെ ഒരു വരവുണ്ട് നമ്മുടെ അടുത്തേക്ക്. നമ്മളെ അങ്ങോട്ട് വാരി പുണർന്ന് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി ചെന്ന് നമുക്കൊരു മുത്തം തന്ന് ആ കണ്ണൻ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം പിന്നെയും വാരി കോരി തന്നു. നമ്മൾ എത്രത്തോളം സ്നേഹം കൊടുത്തോ അതിൻ്റെ 10 മടങ്ങ് ഇരട്ടി സ്നേഹം കണ്ണൻ നമുക്ക് തരും. അപ്പോൾ എല്ലാവരും കണ്ണനെ സ്നേഹത്തോടു കൂടി വിളിച്ചോളൂ. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക. നിത്യം ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാകും. അതുകൊണ്ട് എല്ലാവരും ജപിച്ചോളൂ. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വിട്ടുകളയരുത്. എല്ലാവരും ഉപാസിക്കണം. നമ്മുടെ തലമുറകൾക്ക് അത് ഉപദേശിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഉപാസിപ്പിക്കുകയും വേണം. ഈ കലികാലത്ത് ജപിക്കാൻ പറ്റിയ ഉത്തമമായ മന്ത്രം കൂടിയാണിത്. അതുകൊണ്ട് എല്ലാവരും ഒരു ഉപേക്ഷയും വിചാരിക്കേണ്ട. ഇന്ന് തന്നെ തുടങ്ങിക്കോളൂ നാമത്രയ മന്ത്രം ചൊല്ലാൻ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ.